നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിയും മുമ്പ് തന്നെ ബീഹാറിൽ തേജസ്വി മുഖ്യമന്ത്രിയാകുന്നു. ജനമനസ്സുകളിൽ ആ പേര് വലിയ തോതിൽ ഉറക്കെ വിളിച്ചു പറയപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രി തേജസ്വി യാദവ് തന്നെയാണ്. ബീഹാറിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന നിതീഷ് കുമാർ തൻ്റെ ഉപമുഖ്യമന്ത്രിയായി ഇരുന്ന കാലഘട്ടത്തിൽ തേജസ്വിയെ വിശേഷിപ്പിച്ചത് ബീഹാറിൻ്റെ ഭാവി വാഗ്ദാനം എന്നാണ്. തനിക്ക് ശേഷം തൻ്റെ പിൻഗാമിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളത് തേജസ്വിക്കാണ്. ഐക്യജനതാദൾ ഇനി മറ്റൊരു മുഖ്യമന്ത്രിയെ ആ പാർട്ടിയിൽ നിന്നും കൊണ്ടുവരില്ല. RJD നേതാവിന് തന്നെയാണ് അതിനുള്ള എല്ലാ യോഗ്യതയും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അന്ന് RJD JD-യുമായി സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു. BJP-യുടെ അധികാര കൊതി കാരണമുള്ള അവരുടെ അഹംഭാവം സഹിക്കവയ്യാതെയാണ് BJP-യുമായുള്ള കൂട്ടുകച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും നിതീഷ് കുമാർ മഹാഗഡ്ബന്ധനുമായി ചേർന്ന് സഹകരിച്ചത്. എന്നാൽ നിതീഷിനിപ്പോൾ എല്ലാം തെറ്റിയിരിക്കുകയാണ്. സകല ബോധവും പോയിരിക്കുന്ന അവസ്ഥയിൽ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട ഒരു വയസ്സൻ്റെ ജൽപ്പനം പോലെയാണ് നിതീഷിൻ്റെ പല പ്രഖ്യാപനങ്ങളും. എന്താണ് പറയുന്നതെന്ന് ഐക്യജനതാദളിലെ MP-മാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ബീഹാറിലെ വോട്ടധികാർ റാലിയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള MP-മാർ കൂട്ടമായി പങ്കെടുക്കുന്നു. നമുക്കറിയാം, ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള 300 MP-മാരെ ചേർത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു യാത്ര. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് പാട്നയിൽ നടത്തുന്ന യാത്രയാണ്. പാട്നയിലെ യാത്രയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ MP-മാർ, രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ടുള്ള MP-മാർ ഇപ്പോഴിതാ രാഹുലിനോടൊപ്പം അണിചേരുന്നു. തേജസ്വിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. RJDക്ക് ഇത് ഒരു പുത്തൻ താരോദയം തന്നെയാണ് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് പറയാം. 35-കാരനായ തേജസ്വി യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെടുകയാണ് എന്ന് വ്യക്തം. ഇതിനോടകം തന്നെ ഇന്ത്യ ടുഡേയുടെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഒക്കെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 60% പേർ ബീഹാറിൽ തേജസ്വി തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യതയെന്ന് വ്യക്തമാക്കുമ്പോൾ കേവലം 10% മാത്രമേ നിതീഷ് കുമാറിനെ അനുകൂലിക്കുന്നവർ ഉള്ളൂ. വോട്ടധികാർ റാലി എന്നത് ജനങ്ങളുടെ അധികാരത്തെ ധ്വംസിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു താക്കീതായി മാറുന്നു. നിതീഷ് കുമാർ എന്ന വൻമരം വീഴുമ്പോൾ അവിടെ തേജസ്വി യാദവിന് കിട്ടുന്നത് ഒരു പുതിയ അവസരമാണ്. ബീഹാറിൽ നടക്കുന്ന ഈ അഹങ്കാരത്തിന് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി ബലിയാടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കരുതൽ നടപടി കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.